നമസ്കാരം. മുഖ്യമന്ത്രിയെയും മകൾ വീണ വിജയന്റെയും ഗുരുതരമായ അഴിമതി കഥ പുറത്തു കൊണ്ടുവന്ന മാത്യു കുഴൽനാടനെ പൂട്ടാൻ മുഖ്യമന്ത്രിയുടെ ഗുരുതരമായ ശ്രമങ്ങൾ. ശക്തമായ തെളിവുകൾ നിരത്തി മാസപ്പടിയിൽ മുഖ്യനെയും വീണയുടെയും പങ്ക് പുറത്തു കൊണ്ടുവന്ന മാത്യു കുഴൽനാടനെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ കൈവെള്ളയിലിരിക്കുന്ന വിജിലൻസ് മുഖ്യൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു പടിയില്ല. സ്വന്തം മകൾക്കിട്ട് പണി കൊടുത്താൽ ഏതച്ഛനും നോക്കി നിൽക്കാനാകില്ല. പിണറായിക്ക് വേണ്ടി വിജിലൻസ് കേസ് തള്ളിയ സാഹചര്യത്തിൽ എങ്ങനെ മാത്യുവിനെ അകത്താക്കാം എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ചിന്നക്കനാൽ ഭൂമി ഇടപാട് കുത്തിപ്പൊക്കിയിരിക്കുന്നത്. ഉടനെ മുഖ്യന്റെ ഓർഡർ വന്ന് കേസെടുക്കാൻ. കേട്ട പാതി കേൾക്കാത്ത പാതി മുഖ്യമന്ത്രിയുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന വിജിലൻസ് കോടതി മാത്യു കുഴൽനാടനെതിരെ കേസെടുത്തു. ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമി ഇടപാടിലാണ് മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത ഇടുക്കി വിജിലൻസ് കോടതി കേസെടുത്തത്. പിണറായി വിജയൻ ഉൾപ്പെട്ട കേസുകളിൽ എല്ലാം ജനങ്ങളെ സംശയമുനയിൽ നിർത്തുന്ന രീതിയിലുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. ആടിനെ പട്ടിയാക്കുന്ന സർക്കാർ നടപടികൾ. ലാവ്ലിൻ കേസിലും ലോകായുക്തയിലുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്ന രീതിയിൽ കോടതിയെ പോലും സംശയിക്കേണ്ടി വരുന്ന നടപടികൾ. നിയമം ആർക്കൊക്കെയോ വേണ്ടി ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നു. മാത്യു കുഴൽനാടൻ ക്രമക്കേടറിഞ്ഞിട്ടും ഭൂമി വാങ്ങിയെന്നാണ് FIR-ൽ പറയുന്നത്. കേസിൽ 16-ാം പ്രതിയാണ് കുഴൽനാടൻ. ആകെ 21 പ്രതികളാണ് കേസിലുള്ളത്. FIR ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി സമർപ്പിക്കും. 2012-ൽ ദേവികുളം തഹസിൽദാറായിരുന്ന ഷാജിയാണ് 1-ാം പ്രതി. ആധാരത്തിൽ വില കുറച്ച ഭൂമി രജിസ്ട്രേഷൻ നടത്തിയെന്ന CPM എറണാകുളം ജില്ലാ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് ഈ ഭൂമിയിൽ പരിശോധന നടത്തുകയും നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. എന്നാൽ ഈ ഭൂമിയിൽ ക്രമക്കേട് നടന്നതായി തനിക്ക് അറിയില്ലെന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ ആധാരം പരിശോധിച്ച ശേഷമാണ് താൻ പണം നൽകി ഭൂമി വാങ്ങുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇതിനുള്ള രേഖകൾ തന്റെ പക്കലുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. 2012 മുതലുള്ള ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് FIR. ഉടുമ്പൻചോല തഹസിൽദാർ PK ഷാജിയാണ് കേസിലെ 1-ാം പ്രതി. ക്രമവിരുദ്ധമായി ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനായി ഇദ്ദേഹം ഇടപെട്ടുവെന്നാണ് FIR-ൽ പറയുന്നത്. ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറിമാരും കേസിൽ പ്രതികളാണ്. ചിന്നക്കനാലിൽ റിസോർട്ട് ഭൂമി ഇടപാടിൽ ക്രമക്കേട് നടന്നെന്ന് കണ്ടെത്തിയതായി നേരത്തെ വിജിലൻസ് വ്യക്തമാക്കിയിരുന്നു. നികുതി തട്ടിപ്പ് നടത്തി 50 സെന്റ് ഭൂമി അധികമായി കൈവശം വെച്ചു. മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലം രജിസ്ട്രേഷൻ നടത്തി എന്നിവ ഉൾപ്പെടെയുള്ള ക്രമക്കേടുകളാണ് അന്ന് കണ്ടെത്തിയിരുന്നത്. ആ കേസാണ് മുഖ്യന്റെ മാസപ്പടി പുറത്തു കൊണ്ടുവന്നതിനെതിരെ മാത്യു കുഴൽനാടനെതിരെ വാളായി ഇപ്പോൾ മുഖ്യൻ ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ഇനി എന്തൊക്കെ കേസെടുത്താലും മാസപ്പടി കേസുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ എടുത്തു പറയുന്നത്. കേസിൽ അന്വേഷണ ഏജൻസി വീണയെ സംശയനിഴലിൽ നിർത്തിയിരിക്കുമ്പോഴാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഇല്ലാതാക്കിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ പരസ്യമായ രഹസ്യ കൈയാണ് ഇതെന്ന് ആർക്കാണ് അറിയാത്തത്? ഇതിനു പിന്നാലെയാണ് മാത്യു കുഴൽനാടനെ ഒതുക്കാനുള്ള ശ്രമം സർക്കാർ തുടങ്ങുന്നത്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായാണ് മാത്യു അറിയിച്ചിട്ടുള്ളത്. കേരളത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉപയോഗിച്ച് കള്ളക്കേസ് ഉണ്ടാക്കി തന്നെ വേട്ടയാടാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്നാണ് മാത്യു പറഞ്ഞിരിക്കുന്നത്. മാസപ്പടി വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കൂടുതൽ രേഖകൾ മാത്യു കുഴൽനാടൻ MLA കോടതിയിൽ നേരത്തെ ഹാജരാക്കിയിരുന്നു. 5 രേഖകളാണ് ഹാജരാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ എന്നിവരുടെ പങ്ക് തെളിയിക്കുന്ന രേഖകൾ നൽകിയെന്നാണ് മാത്യു അറിയിച്ചിരുന്നത്. എന്നാൽ ഇതാണ് വിജിലൻസ് കോടതി തള്ളിയത്. മാസപ്പടിയിൽ കരിമണൽ കർത്തയ്ക്ക് റിസോർട്ട് പണിയാൻ മന്ത്രി റിയാസിന്റെ ശുപാർശ കൂടി മാത്യു പുറത്തു കൊണ്ടുവന്നിരുന്നു. റവന്യൂ വകുപ്പുമായി കേസ് നടക്കുന്ന മിച്ചഭൂമിയിൽ ശശിധരൻ കർത്തയുടെ കമ്പനിക്ക് ടൂറിസം പദ്ധതി തുടങ്ങാൻ ശുപാർശ നടത്തിയതിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ സംശയനിഴലിൽ നിർത്തി മാത്യു കുഴൽനാടൻ MLA രംഗത്ത് വന്നിരുന്നു. ആലപ്പുഴ കളക്ടർ അധ്യക്ഷയായ ജില്ലാതല സമിതിയിൽ കർത്തായുടെ പദ്ധതിയെ ടൂറിസം പ്രതിനിധി അനുകൂലിച്ചു. പദ്ധതി നടപ്പാക്കാവുന്നതാണെന്ന് സമിതി ലാൻഡ് ബോർഡിന് ശുപാർശയും നൽകി. മന്ത്രിയുടെ ഭാര്യയ്ക്ക് കർത്തായുടെ കമ്പനി പണം നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പദ്ധതി അനുകൂലമായി ശുപാർശയുണ്ടായത്. ഇക്കാര്യത്തിൽ മന്ത്രി നിർദ്ദേശിച്ചോ എന്നറിയാൻ അന്വേഷണം നടക്കണമെന്നാണ് കുഴൽനാടൻ ആവശ്യപ്പെട്ടത്. ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് മാത്യുവിനെ സർക്കാർ വേട്ടയാടാൻ തുടങ്ങുന്നത്. ഏതായാലും മാസപ്പടിയിൽ അന്വേഷണം കടുപ്പിച്ച് ED രംഗത്തുണ്ട്. മുഖ്യനെയും മകളുടെയും അഴിമതി കഥകൾ ED പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെ കരുതണം.